ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്നത്തെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളതൊരു പ്രോബ്ലമാണ്. കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നൊരു പ്രോബ്ലമാണ്. നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോളോയിങ് ഈസ് ദ സമ്മറൈസ്ഡ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് കേരള റെഫ്രിജറേഷൻ കമ്പനി ഫോർ ദ ഇയർ എൻഡിങ് 31st December 2010 in which year 1000 refrigerators were manufactured and sold. കേരള റെഫ്രിജറേഷൻ കമ്പനിയുടെ ഒരു വർഷത്തെ 2010 ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ് തന്നിരിക്കുന്നത്. പിന്നെ പറയുന്നത് 2010 ഇവർ പ്രൊഡ്യൂസ് ചെയ്ത 1000 റെഫ്രിജറേറ്ററാണ് പ്രൊഡ്യൂസ് ചെയ്തത്. 1000 റെഫ്രിജറേറ്ററാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതിൻ്റെ ഡെബിറ്റ് സൈഡ് നോക്കുക. ടു മെറ്റീരിയൽ 80,000, ടു വേജസ് 1,20,000, to manufacturing expenses 50,000, gross profit carried on 1,50,000. ക്രെഡിറ്റ് സൈഡ് തന്നിരിക്കുന്നത് ബൈ സെയിൽസ് 4 lakh. ടോട്ടൽ ചെയ്തത് 4 lakh. ദെൻ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കുക. ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ ബ്രോ ഡൗൺ ചെയ്ത് എഴുതി 1,50,000. ദെൻ ഡെബിറ്റ് സൈഡ് തന്നിരിക്കുന്നത് ടു സ്റ്റാഫ് സാലറി 60,000, ടു റെൻറ്റ് ആൻഡ് ടാക്സസ് 10,000, to selling expenses 30,000, to general expenses 20,000, net profit 30,000. ടോട്ടൽ ചെയ്ത് 1,50,000. പിന്നെ അഡീഷണൽ ഇൻഫോർമേഷൻ തന്നിരിക്കുന്നത് നോക്കുക. ഫോർ ദ ഇയർ 2011 ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് 2011 ഫോർ ദ ഇയർ 2011 ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ തന്നിരിക്കുന്നത് ഇത് ഔട്ട്പുട്ട് ആൻഡ് സെയിൽസ് വിൽ ബി 1,200 റെഫ്രിജറേറ്റേഴ്സ്, 1200 റെഫ്രിജറേറ്റേഴ്സാണ്. ദെൻ സെക്കൻഡ് വൺ ദ പ്രൈസസ് ഓഫ് റോ മെറ്റീരിയൽസ് വിൽ ഇൻക്രീസ് ബൈ 20% ഓൺ ദ പ്രീവിയസ് ഇയേഴ്സ് ലെവല്. മെറ്റീരിയലിൻ്റെ പ്രൈസ് 20% ഇൻക്രീസ് ചെയ്തു. 20% ഇൻക്രീസ് ചെയ്തു. ദെൻ റേറ്റ് ഓഫ് വേജ് വിൽ റൈസ് ബൈ 5%. വേജസിൻ്റെ പ്രൈസും 5% ഇൻക്രീസ് ചെയ്തു. ദെൻ സെല്ലിംഗ് എക്സ്പെൻസസ് പെർ യൂണിറ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. സെല്ലിംഗ് എക്സ്പെൻസസ് പെർ യൂണിറ്റ് കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ പറയുന്നത് മാനുഫാക്ചറിങ് ഓവർഹെഡ് വിൽ റൈസ് ഇൻ പ്രൊപ്പോർഷൻ ടു കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് വേജസ്. മാനുഫാക്ചറിങ് ഓവർഹെഡ്സ് റൈസ് ചെയ്യുന്നത്, വർദ്ധിക്കുന്നത് ഇൻ പ്രൊപ്പോർഷൻ, ആനുപാതികമായിട്ട്. എങ്ങനെ? ടു കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് വേജസ്. കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് വേജസ് എന്ന് പറഞ്ഞാൽ പ്രൈം കോസ്റ്റാണ്. മെറ്റീരിയലും വേജസും കൂടെ കൂടുന്നതിനാണ് നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം പ്രൈം കോസ്റ്റിന് ആനുപാതികമായിട്ടാണ് എന്ത് ഈ മാനുഫാക്ചറിങ് ഓവർഹെഡ്സ് റൈസ് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് ദ അതർ എക്സ്പെൻസസ് റിമെയിൻ അൺഅഫക്റ്റഡ് ബൈ റേസ് ഇൻ ഔട്ട്പുട്ട്. ഇതിനകത്ത് വേറെ ഏതെങ്കിലും ഈ പറയാതെ സെല്ലിംഗ് എക്സ്പെൻസസും മാനുഫാക്ചറിങ് ഓവർഹെഡ്സും അല്ലാതെ വേറെ ഏതെങ്കിലും എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ ആ എക്സ്പെൻസസിൻ്റെ കാര്യം പറയുന്നതാണ്. ആ എക്സ്പെൻസസ് റിമെയിൻ അൺഅഫക്റ്റഡ് ബൈ റേസ് ഇൻ ഔട്ട്പുട്ട്. അതിനൊരു മാറ്റവും ഇല്ല. ഔട്ട്പുട്ട് കൂടിയാലും അത് അഫക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മളോട് പറയുന്നത് യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ആൻ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് ഫോർ ദ ഇയർ 2011. 2011 എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് ഓർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ടെൻഡറാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഷോയിങ് ദ പ്രൈസസ് അറ്റ് വിച്ച് റെഫ്രിജറേറ്റർ ഷുഡ് ബി സോൾഡ് കീപ്പിംഗ് എ നെറ്റ് പ്രോഫിറ്റ് ഓഫ് 10% ഓൺ സെല്ലിംഗ് പ്രൈസ്. 2011 കോസ്റ്റ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തുള്ള പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസിൻ്റെ 10%. 2011 നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന കോസ്റ്റ് ഷീറ്റിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസിൻ്റെ 10%. ഇതാണ് ക്വസ്റ്റ്യന്. അപ്പോൾ ക്വസ്റ്റ്യന് നമ്മൾ നോക്കാം. ഇവിടെ നമ്മൾ കേരള റെഫ്രിജറേഷൻ കമ്പനിയുടെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വന്നിട്ടുണ്ട്. 2010 വന്നിരിക്കുന്നത്. 2010 അവർ 1000 റെഫ്രിജറേറ്ററാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. നമ്മൾ ഈ ഇൻഫോർമേഷൻ വെച്ചുകൊണ്ട് ഒരു കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുക. 2010 1000 റെഫ്രിജറേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കോസ്റ്റ് ഷീറ്റ് നമ്മൾ ആദ്യം വരയ്ക്കുക. പിന്നെ നമ്മൾ വരയ്ക്കേണ്ടത് 2011 കോസ്റ്റ് ഷീറ്റ്, എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് വരയ്ക്കണം. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് വരയ്ക്കാൻ വേണ്ടിയുള്ള ഇൻഫോർമേഷനാണ് തന്നിരിക്കുന്നത്. ഇവിടെ പറയുന്ന ഔട്ട്പുട്ട് ആൻഡ് സെയിൽസ് വിൽ ബി 1200 റെഫ്രിജറേറ്ററാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 2011 1200 റെഫ്രിജറേറ്ററാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
ദെൻ മെറ്റീരിയൽ പ്രൈസ് 20% ഇൻക്രീസ് ചെയ്തു. മെറ്റീരിയൽ പ്രൈസ് 20% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. വേജസിൻ്റെ റേറ്റ് 5% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. സെല്ലിംഗ് എക്സ്പെൻസസിൻ്റെ പെർ യൂണിറ്റ് കോൺസ്റ്റൻ്റ് ആണ്, പെർ യൂണിറ്റ് സെയിം ആണ്. എന്ന് വെച്ചാൽ 2010 പെർ യൂണിറ്റ് തന്നെയായിരിക്കും 2011 പെർ യൂണിറ്റും. മാനുഫാക്ചറിങ് ഓവർഹെഡ്സ് എന്ന് പറയുന്നത് അത് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത് കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് വേജസ്. കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് വേജസ് എന്ന പ്രൈം കോസ്റ്റ് ആണ്. പ്രൈം കോസ്റ്റിന് ആനുപാതികമായിട്ടാണ് മാനുഫാക്ചറിങ് ഓവർഹെഡ്സ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. അതർ എക്സ്പെൻസസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് റിമെയിൻ അൺഅഫക്റ്റഡ് ബൈ റേസ് ഇൻ ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിനനുസരിച്ച് മാറ്റമൊന്നും വരുന്നില്ല. എന്ന് വെച്ചാൽ അത് അതർ എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. പിന്നെ ഇവിടെ പറയുന്നത് അതിൻ്റെ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കുന്ന സമയത്ത് പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെല്ലിംഗ് പ്രൈസിൻ്റെ 10%. സെല്ലിംഗ് പ്രൈസിൻ്റെ 10% പ്രോഫിറ്റ്. ഇത്രയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ വെച്ചുകൊണ്ടുള്ള ഒരു കോസ്റ്റ് ഷീറ്റ് വരയ്ക്കും. അപ്പോൾ ഇവിടുത്തെ കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ 2010 കോസ്റ്റ് ഷീറ്റാണ്. 2010 നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ 1000 റെഫ്രിജറേറ്ററാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുമ്പോൾ 2 എമൗണ്ട് കോളം വേണം, ഒരു ടോട്ടൽ കോസ്റ്റ് കോളം വേണം, ഒരു പെർ യൂണിറ്റ് കോസ്റ്റ് കോളം വേണം. 2 എമൗണ്ട് കോളം വേണം, ഒരു ടോട്ടൽ കോസ്റ്റ് കോളം, ഒന്ന് പെർ യൂണിറ്റ് കോസ്റ്റ് കോളം. അപ്പം നമ്മൾ ചെയ്യാൻ നേരത്ത് കോസ്റ്റിംഗ് നോക്കിയിട്ട് ഓരോ ഇൻഫോർമേഷൻ നോക്കുക. നമ്മൾ കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് പ്രകാരം ഫസ്റ്റ് എൻ്റർ ചെയ്യേണ്ട ഐറ്റം മെറ്റീരിയലാണ്. അപ്പം കോസ്റ്റിംഗ് നോക്കുക. മെറ്റീരിയൽ തന്നിട്ടുണ്ട്. 2 മെറ്റീരിയൽ, ഇത് ഡയറക്റ്റ് മെറ്റീരിയലാണ്. മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ 80,000 തന്നിട്ടുണ്ട്. നമ്മൾ എഴുതാം മെറ്റീരിയൽ 80,000, ഇത് ഡയറക്റ്റ് മെറ്റീരിയലാണ്. നമ്മളതിൻ്റെ പെർ യൂണിറ്റ് കണ്ടുപിടിക്കണം. പെർ യൂണിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 1000 റെഫ്രിജറേറ്ററാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പം എത്രയാണ്? 80,000 ഡിവൈഡഡ് ബൈ 1000. 1000 റെഫ്രിജറേറ്ററാണ് പ്രൊഡ്യൂസ് ചെയ്തത്. 80,000 ഡിവൈഡ് ബൈ 1000 എന്ന് പറയുന്നതാണ് 80. ഒരു യൂണിറ്റിന് 80. കോസ്റ്റ് പെർ യൂണിറ്റ് 80 കിട്ടി. ദെൻ അടുത്ത ഐറ്റം നമ്മുടെ ഫോർമാറ്റ് പ്രകാരം മെറ്റീരിയൽ ലേബറാണ് ഓർ വേജസ്. നോക്കുക. വേജസ് എന്ന് പറയുന്നത് 1,20,000 ടോട്ടൽ 1,20,000. ഡയറക്റ്റ് ലേബർ ഓർ ഡയറക്റ്റ് വേജസ് 1,20,000. അതിൻ്റെ പെർ യൂണിറ്റ് കണ്ടുപിടിക്കുക. 1,20,000 ഡിവൈഡ് ബൈ 1000, 120 കിട്ടി. ഇനി ഡയറക്റ്റ് എക്സ്പെൻസസ് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് നോക്കുക. ഡയറക്റ്റ് എക്സ്പെൻസസിൻ്റെ കാര്യം ക്വസ്റ്റ്യനിലൊന്നും പറയുന്നില്ല. അപ്പോൾ മെറ്റീരിയലും ലേബറും കൂടെ ആഡ് ചെയ്യുമ്പോൾ, മെറ്റീരിയൽ കോസ്റ്റും ലേബർ കോസ്റ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? പ്രൈം കോസ്റ്റ് കിട്ടുന്നു. പ്രൈം കോസ്റ്റ് 2,200,000. നമുക്കറിയാം ആഡ് ചെയ്യേണ്ടതായിട്ട് ഫാക്ടറി ഓവർഹെഡ്സ് ആണ് നമ്മൾ എഴുതുക. ആഡ് ഫാക്ടറി ഓവർഹെഡ്സ് ഓർ മാനുഫാക്ചറിങ് ഓവർഹെഡ്സ് ആണ്. ആഡ് ഫാക്ടറി ഓവർഹെഡ്സ് ഓർ മാനുഫാക്ചറിങ് ഓവർഹെഡ്സ് നോക്കുക, എഴുതുമ്പോൾ നോക്കുക. ഇവിടെ ക്വസ്റ്റ്യനിൽ ഫാക്ടറി ഓവർഹെഡ്സിൻ്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞിട്ട് മാനുഫാക്ചർ എക്സ്പെൻസസ് പറയുന്നുണ്ട് 50,000. വേറെ ഏതെങ്കിലും ഐറ്റം ഉണ്ടോ നോക്കുക. ഫാക്ടറിയിലുള്ള ഏതെങ്കിലും ഐറ്റം ഉണ്ടോ നോക്കുക. വേറെ ഒന്നുമില്ല. അപ്പോൾ മാനുഫാക്ചറിങ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് 50,000 ആണ്. ഇത് 50,000. മാനുഫാക്ചറിങ് ഓവർഹെഡ്സ് ഓർ ഫാക്ടറി ഓവർഹെഡ്സ് 50,000 ആണ്. അപ്പോൾ 50,000 പെർ യൂണിറ്റ് കണ്ടുപിടിക്കുക. 50,000 ഡിവൈഡ് ബൈ 1000 എന്ന് പറയുന്നത് 50 ആണ്, 50. ദെൻ പ്രൈം കോസ്റ്റിൻ്റെ കൂട്ടത്തിൽ മാനുഫാക്ചറിങ് ഓവർഹെഡ്സ് ആഡ് ചെയ്യുമ്പോൾ, നമുക്ക് കിട്ടുന്നത് എന്താ? ഫാക്ടറി കോസ്റ്റ് ഓർ വർക്ക് കോസ്റ്റ് കിട്ടി. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ട് ഓഫീസ് ഓവർഹെഡ്സ് ആണ്. ക്വസ്റ്റ്യൻ നോക്കുക. ഓഫീസ് ഓവർഹെഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഓഫീസ് ഓവർഹെഡ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സ്റ്റാഫ് സാലറീസ് ഓഫീസിൽ വരുന്ന ഐറ്റമാണ്. സ്റ്റാഫ് സാലറി 60,000. പിന്നെ എന്തൊക്കെയാണ് വരുന്നത്? റെൻ്റ് ആൻഡ് റേറ്റ്സ് ഓഫീസിൽ വരുന്നതാണ് 10,000. ദെൻ ജനറൽ എക്സ്പെൻസസ് എന്ന് പറയുന്നത് 20,000 ഓഫീസിൽ വരുന്നതാണ്, അല്ലേ? ഓഫീസ് വരുന്ന ഐറ്റമാണ്. സ്റ്റാഫ് സാലറീസ് ഓഫീസിൽ വരുന്നതാണ്. റെൻ്റ് ആൻഡ് ടാക്സസ് ഓഫീസിൽ വരുന്നതാണ്. ജനറൽ എക്സ്പെൻസസ് ഓഫീസിൽ വരുന്നതാണ്. നിങ്ങൾ ഇവിടെ തന്നിരിക്കുന്ന ഓഫീസ് ഓവർഹെഡ്സ് വന്നതെല്ലാം കൂടെ കൂട്ടി 90,000 എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ 60,000 10 70, ജനറൽ എക്സ്പെൻസ് 20,000, 60,000 10 70,000 20 90,000 എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ടോട്ടൽ ചെയ്ത് എഴുതുക. അല്ലെങ്കിൽ ഓരോന്ന് മനസ്സിലാക്കാൻ വേണ്ടി സ്റ്റാഫ് സാലറീസ് എന്ന് പറഞ്ഞാൽ ഇത്ര സ്റ്റാഫ് സാലറീസ് 60,000 ഇങ്ങനെ ഇന്നർ കോളത്തിൽ എഴുതാം. അതുപോലെ തന്നെ റെൻ്റ് ആൻഡ് ടാക്സസ് എന്ന് പറഞ്ഞാൽ 10,000 എഴുതാം. ദെൻ ജനറൽ എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ 20,000 എഴുതിയിട്ട് ആഡ് ചെയ്തിട്ട് 90,000 എഴുതുകയും ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും എഴുതാം. പക്ഷേ നമ്മൾ 90,000 ഇവിടെ കാണണം. സ്റ്റാഫ് സാലറീസ് എല്ലാം കൂടെ എഴുതിയിട്ട് ടോട്ടൽ ചെയ്യുക. അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കണം. 90,000 എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? സ്റ്റാഫ് സാലറീസ്, അതുപോലെ റെൻ്റ് ആൻഡ് ടാക്സസ്,
ദെൻ ജനറൽ എക്സ്പെൻസ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഓഫീസ് ഓവർഹെഡ്സ് കിട്ടുന്നത്. അത് 90,000 അതിൻ്റെ പെർ യൂണിറ്റ് കണ്ടുപിടിക്കുക. 1000 ഇവിടെ എത്രയാണ്, 1000 ഔട്ട്പുട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം 90,000 ഡിവൈഡ് ബൈ 1000 90. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി, ഫാക്ടറി കോസ്റ്റ് കിട്ടി. ഫാക്ടറി കോസ്റ്റിന് കൂടുതൽ ഓഫീസ് ഓവർഹെഡ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്നു. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്നത് എത്രയാണ്, 3,40,000. ടോട്ടൽ ചെയ്ത് എഴുതാണ് 3,40,000 340. പിന്നെ ആഡ് ചെയ്യേണ്ട ഐറ്റം സെല്ലിംഗ് എക്സ്പെൻസസ് ആണ്. ആഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്. ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യമൊന്നും പറയുന്നില്ല. അപ്പോൾ സെല്ലിംഗ് എക്സ്പെൻസസ് ആണ്. സെല്ലിംഗ് എക്സ്പെൻസ് കോസ്റ്റ് നോക്കുക എത്രയാണ്. സെല്ലിംഗ് എക്സ്പെൻസസിൻ്റെ വാല്യൂ 30,000. അപ്പോൾ നമ്മളിവിടെ എഴുതി 30,000 എഴുതി. സെല്ലിംഗ് എക്സ്പെൻസസ് 30,000. അതിൻ്റെ പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ 30 വരും. എന്ന് വെച്ചാൽ 30,000 ഡിവൈഡ് ബൈ 1000 30 വരും. അത് നമ്മളിത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കോസ്റ്റ് ഓഫ് സെയിൽസ് ഓർ ടോട്ടൽ കോസ്റ്റ് കിട്ടും. ടോട്ടൽ കോസ്റ്റ് 3,70,000 കിട്ടുന്നു, 370 കിട്ടുന്നു. ദെൻ എന്താ ആഡ് പ്രോഫിറ്റ് നമ്മൾ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 30,000 തന്നിട്ടുണ്ട്, സെയിൽസ് തന്നിട്ടുണ്ട് 4,00,000 തന്നിട്ടുണ്ട്. നമുക്ക് ഈ കോസ്റ്റ് ഷീറ്റിങ്ങിനെ പ്രിപ്പയർ ചെയ്തിട്ട് നമ്മൾ അടുത്ത് എന്താ ചെയ്യേണ്ടത്, എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ 2011 എത്ര യൂണിറ്റ്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ക്വസ്റ്റിന് പറയുന്നുണ്ട് 1200 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 1200 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള കോസ്റ്റ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. നമ്മൾ കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുക, പെർ യൂണിറ്റ് കോളം വരയ്ക്കണം, ടോട്ടൽ കോസ്റ്റ് കോളം വരയ്ക്കണം. ഒരു കോസ്റ്റ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ആദ്യമേ കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുക. കോസ്റ്റ് ഷീറ്റിൽ നമ്മൾ ഫസ്റ്റ് എൻ്റർ ചെയ്യേണ്ട ഐറ്റം മെറ്റീരിയലാണ്. മെറ്റീരിയലിൻ്റെ നേരത്തെ കോസ്റ്റ് ഷീറ്റ് വരച്ച മെറ്റീരിയലിൻ്റെ കാര്യം പറയുന്നത് ക്വസ്റ്റിന് പറയുന്നത് ഇത്ര പറയുന്നുള്ളൂ. എന്താ, മെറ്റീരിയൽ ദ പ്രൈസ് ഓഫ് റോ മെറ്റീരിയൽ വിൽ ഇൻക്രീസ് ബൈ 20% ഓൺ ദ പ്രീവിയസ് ഇയർ ലെവലിനേക്കാളും 20% കൂടെ കൂടിയിട്ടുണ്ട്. അപ്പം പ്രീവിയസ് ഇയറിൽ ഒരു യൂണിറ്റിന് 80 രൂപയായിരുന്നു. പ്രീവിയസ് ഇയറിൽ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ കോസ്റ്റ് 80 ആയിരുന്നു. ആ 80ൻ്റെ കൂട്ടത്തിൽ 20% കൂടെ കൂടി. അപ്പോൾ എന്ന് വെച്ചാൽ മെറ്റീരിയൽ നമ്മൾ എഴുതുമ്പോൾ ഫസ്റ്റ് 80 എഴുതുക, അതിൻ്റെ കൂടെ 20 കൂടെ നമ്മൾ ആഡ് ചെയ്ത് എഴുതുക. 20 കൂടെ നമ്മൾ ആഡ് ചെയ്ത് 80 + 20 അപ്പോൾ എത്ര വരും, 96 വരും. 96 80ൻ്റെ കൂട്ടത്തിൽ 20% കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 96 വരും. അപ്പം ഒരു യൂണിറ്റിന് 96. അപ്പോൾ നമ്മൾ എത്ര യൂണിറ്റ്സ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, 1200 യൂണിറ്റ്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ 96 × 1200 എന്ന് പറയുന്നത് എത്ര വരുന്നത്, 1,15,200. 1,15,200 വരും. ദെൻ അടുത്ത ഐറ്റം ലേബറാണ്. നേരത്തെ കോസ്റ്റ് ഷീറ്റ് നോക്കാം, ലേബറാണ്. ലേബർ കോസ്റ്റിന് കാര്യം ക്വസ്റ്റിനെ പറയുന്നത് എന്താ, ദ റേറ്റ് ഓഫ് വേജ് വിൽ റേസ് ബൈ 5%. വേജസിൻ്റെ റേറ്റ് 5% ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ട്. വേജസിൻ്റെ റേറ്റ് ഒരു യൂണിറ്റിന് 120 ആയിരുന്നു. അപ്പോൾ നമ്മളിവിടെ എഴുതുമ്പോൾ 120 + 5%. 120 + 5% 126. ഒരു യൂണിറ്റിന് 126. ടോട്ടൽ കണ്ടുപിടിക്കുന്നത് 126 × 1200. 126 × 1200 എന്ന് പറഞ്ഞാൽ 1,51,200. അപ്പം മെറ്റീരിയൽ ലേബറേ ഉള്ളൂ. മെറ്റീരിയൽ കോസ്റ്റും ലേബർ കോസ്റ്റും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, പ്രൈം കോസ്റ്റ് കിട്ടുന്നു. പെർ യൂണിറ്റ് 222 കിട്ടുന്നു. 2,66,400 കിട്ടുന്നു. ഇത് പ്രൈം കോസ്റ്റാണ്. പ്രൈം കോസ്റ്റ് നമ്മളിനി ആഡ് ചെയ്യേണ്ടത് മാനുഫാക്ചറിങ് ഓവർഹെഡ്സ് ആണ്. മാനുഫാക്ചറിങ് ഓവർഹെഡ്സിൻ്റെ കാര്യം എന്താ പറയുന്നത്, മാനുഫാക്ചറിങ് ഓവർഹെഡ്സിൻ്റെ കാര്യം ക്വസ്റ്റിനിൽ പറയുന്നത്, ക്വസ്റ്റ്യൻ നോക്കാം. മാനുഫാക്ചറിങ് ഓവർഹെഡ്സ് വിൽ റേസ് ഇൻ പ്രൊപ്പോർഷൻ ടു കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് വേജസ്. കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് വേജസ് ഇതിനനുസരിച്ചാണ് മാനുഫാക്ചറിങ് ഓവർഹെഡ്സ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇവിടെ നോക്കുക, കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് വേജസ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയലും വേജസും കൂടെ കൂട്ടുന്നതാണ്. നമ്മുടെ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് വേജസ് ആണ് പറയുന്നതെന്ന് വെച്ചാൽ പ്രൈം കോസ്റ്റാണ്. എന്ന് വെച്ചാൽ മാനുഫാക്ചറിങ് ഓവർഹെഡ്സ് ഇൻക്രീസ് ചെയ്യുന്നത് പ്രൈം കോസ്റ്റിന് ആനുപാതികമായിട്ടാണ്. ക്വസ്റ്റ്യൻ ഇത്രയാണ് പറയുന്നത്, മാനുഫാക്ചറിങ് ഓവർഹെഡ്സ് വിൽ റേസ് ഇൻ പ്രൊപ്പോർഷൻ ടു കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് വേജസ്. കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് വേജസ് പറഞ്ഞാൽ പ്രൈം കോസ്റ്റ് ആണ്. അപ്പം പ്രൈം കോസ്റ്റിന് ആനുപാതികമായിട്ടാണ് മാനുഫാക്ചറിങ് ഓവർഹെഡ്സ് ഇൻക്രീസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ മാനുഫാക്ചറിങ് ഓവർഹെഡ്സും പ്രൈം കോസ്റ്റും തമ്മിലുള്ള പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കണം. പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്, മാനുഫാക്ചറിങ് ഓവർഹെഡ്സ് ഡിവൈഡഡ് ബൈ പ്രൈം കോസ്റ്റ് ഇൻറ്റു 100. മാനുഫാക്ചറിങ് ഓവർഹെഡ്സ് ഡിവൈഡ് ബൈ പ്രൈം കോസ്റ്റ് ഇൻറ്റു 100 ആണ്. ഇനി നോക്കുക, അതിൻ്റെ പ്രൊപ്പോർഷൻ നോക്കുക. നമ്മൾ ആദ്യം വരച്ച കോസ്റ്റ് ഷീറ്റിലെ മാനുഫാക്ചറിങ് ഓവർഹെഡ്സ് എത്രയാണ് നോക്കാം. ഫസ്റ്റ് നോക്കുക, ഇവിടെ ആദ്യം വരച്ച കോസ്റ്റ് ഷീറ്റിലെ മാനുഫാക്ചറിങ് ഓവർഹെഡ്സ് ഇതാണ്, 50,000 ആണ്. പ്രൈം കോസ്റ്റ് 2,00,000 ഇത് തമ്മിലുള്ള പ്രൊപ്പോർഷൻ നോക്കുക. അപ്പം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പം 50,000
മാനുഫാക്ചർ ഓവർഹെഡ്സ് 50,000 ആണ്. 50,000 ഡിവൈഡ് ബൈ പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 2 ലക്ഷമാണ്. 2 ലക്ഷം ഇൻറ്റു 100 എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്നത് 25% ആണ്. 25%. ഈ 25 എന്ന് വെച്ചാൽ മാനുഫാക്ചറിങ് ഓവർഹെഡ്സ് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് ഓവർഹെഡ്സ് എന്ന് പറയുന്നത് എന്താ, നമ്മുടെ പ്രൈം കോസ്റ്റിൻ്റെ 25% ആണ്. പ്രൈം കോസ്റ്റിന് 25% ആണ്. മാനുഫാക്ചർ ഓവർഹെഡ്സ് എന്ന് പറയുന്ന പ്രൈം കോസ്റ്റിന് 25%. ഈ നമ്മളിങ്ങനെ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ പ്രൈം കോസ്റ്റിന് 25% ആണ് മാനുഫാക്ചർ ഓവർഹെഡ്സ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് നോക്കുക. നമ്മളിവിടെ മാനുഫാക്ചർ ഓവർഹെഡ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. മാനുഫാക്ചർ ഓവർഹെഡ്സ് കണ്ടുപിടിക്കുമ്പം നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു എന്താ, പ്രൈം കോസ്റ്റിന് 25% എന്ന് പറയുന്നില്ലേ. പ്രൈം കോസ്റ്റ് എത്ര ഇവിടെ? പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് 2,66,400 ആണ് അല്ലേ. 2,66,400ൻ്റെ 2,66,400ൻ്റെ എത്ര ശതമാനം നമ്മൾ കണ്ടുപിടിച്ച 25% അല്ലേ. 25% എന്ന് പറയുന്നത് എന്താ, 25% എന്ന് പറയുന്നത് എത്ര ഏതാണ് കിട്ടുന്നത്? 66,600. 2,66,400 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് നോക്കുക. നമ്മളിവിടെ കണ്ടുപിടിച്ചായിരുന്നു മാനുഫാക്ചർ ഓവർഹെഡ്സ് എന്ന് പറയുന്ന പ്രൈം കോസ്റ്റിന് 25% ആണ്. അപ്പോൾ ഇവിടുത്തെ മാനുഫാക്ചറിങ് ഓവർഹെഡ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രൈം കോസ്റ്റിൻ്റെ 25%. ഇവിടുത്തെ പ്രൈം കോസ്റ്റിൻ്റെ 25%. 222ൻ്റെ 25% എന്ന് പറയുന്നതാണ് 52.5. 2,66,400ൻ്റെ 25% എന്ന് പറയുന്നതാണ് 66,600 കിട്ടി. നമുക്കെന്ത് കിട്ടി? ഫാക്ടറി കോസ്റ്റ് കിട്ടി. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫാക്ടറി കോസ്റ്റ് കിട്ടും. നമ്മൾ അടുത്ത് ആഡ് ചെയ്യേണ്ട ഐറ്റം ഓഫീസ് ഓവർഹെഡ്സ് ആണ്. ഓഫീസ് ഓവർഹെഡ്സിൻ്റെ കാര്യം ക്വസ്റ്റിനിൽ പറയുന്നത് എന്താണെന്ന് നോക്കുക. ഓഫീസ് ഓവർഹെഡ്സ് എന്ന് പറയുന്ന പ്രത്യേക ഒരു ഐറ്റം പറയുന്നില്ല. പക്ഷേ ഇവിടെ പറയുന്നുണ്ട് അതർ എക്സ്പെൻസസ് വിൽ റിമെയിൻ അൺഅഫക്റ്റഡ് ബൈ റേസ് ഇൻ ഔട്ട്പുട്ട്. അതർ എക്സ്പെൻസസ് എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ പറയാത്ത ഏതെങ്കിലും എക്സ്പെൻസസ്, ആ എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഓഫീസ് എക്സ്പെൻസസ് ആണ്, ഓഫീസ് ഓവർഹെഡ്സ് ആണ്. അപ്പോൾ ഓഫീസ് ഓവർഹെഡ്സിൻ്റെ കാര്യം പറയുന്നത് വിൽ റിമെയിൻ അൺഅഫക്റ്റഡ് ബൈ റേസ് ഇൻ ഔട്ട്പുട്ടിനനുസരിച്ച് മാറ്റം വരുന്നില്ല, കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ ഓഫീസ് ഓവർഹെഡ്സ് എത്രയുള്ളൂ? 90,000. ഈ 90,000ത്തിന് മാറ്റം വരുന്നില്ല എന്നാണ് പറയുന്നത്. എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്താലും ഓഫീസ് ഓവർഹെഡ്സിന് മാറ്റമൊന്നും വരുന്നില്ല. അപ്പം 90,000 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എടുക്കുക ഓഫീസ് ഓവർഹെഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഈ ടോട്ടൽ കോളത്തിൽ എഴുതുക 90,000. 90,000ത്തിന് മാറ്റമില്ലെന്നാണ് പറയുന്നത്. നമ്മൾ നോക്കുക 90,000 ടോട്ടലാണ്. നമ്മൾ പെർ യൂണിറ്റ് കണ്ടുപിടിക്കണം. പെർ യൂണിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 90,000 ഡിവൈഡഡ് ബൈ 1200. 90,000 ഡിവൈഡ് ബൈ 1200 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം 90,000 ഡിവൈഡ് ബൈ 1200 എന്ന് പറയുന്നത് എന്താ? 75 കിട്ടുന്നു. അപ്പം പെർ യൂണിറ്റ് 75 കിട്ടുന്നു. നമുക്ക് ഇത് രണ്ടും കൂടെ കൂട്ടുക. ഫാക്ടറി കോസ്റ്റും ഓഫീസ് ഓവർഹെഡ്സും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്നു. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്താ? സെല്ലിംഗ് ഓവർഹെഡ്സ് ആഡ് ചെയ്യണം. സെല്ലിംഗ് ഓവർഹെഡ്സിൻ്റെ കാര്യം എന്താ പറയുന്നത്? ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? സെല്ലിംഗ് ഓവർഹെഡ്സിൻ്റെ പെർ യൂണിറ്റ് റിമെയിൻ കോൺസ്റ്റൻ്റ് ആണെന്ന് വെച്ചാൽ നേരത്തെ ക്വസ്റ്റ്യനിലെ സെല്ലിംഗ് ഓവർഹെഡ്സിൻ്റെ പെർ യൂണിറ്റ് എത്രയാണ്? സെല്ലിംഗ് ഓവർഹെഡ്സ് ഓർ സെല്ലിംഗ് എക്സ്പെൻസിൻ്റെ പെർ യൂണിറ്റ് 30 ആണ്. ഇത് കോൺസ്റ്റൻ്റ് ആണെന്നാണ് പറയുന്നത്. 30 എന്ന് വെച്ചാൽ ഇവിടെയും സെല്ലിംഗ് എക്സ്പെൻസസിൻ്റെ പെർ യൂണിറ്റ് 30 ആണ്. ഒരു യൂണിറ്റിന് 30 ആണ്. അപ്പോൾ ഒരു യൂണിറ്റ് 30 ആണ് എങ്കിൽ ഇവിടെ എത്ര യൂണിറ്റ്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 1200 യൂണിറ്റ്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം 30 ഇൻറ്റു 1200 അപ്പം എത്ര കിട്ടുന്നു? 36,000 കിട്ടുന്നു. നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇവിടെ സെല്ലിംഗ് ഓവർഹെഡ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ കോസ്റ്റ് ഓർ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടുന്നത്. കോസ്റ്റ് ഓഫ് സെയിൽസ് ഓർ ടോട്ടൽ കോസ്റ്റ് കിട്ടുന്നു. എത്ര? ദെൻ നമുക്ക് ഇനി എന്ത് ചെയ്യണം? പ്രോഫിറ്റ്. പ്രോഫിറ്റിൻ്റെ കാര്യം നോക്കുക. ക്വസ്റ്റിനിൽ പറയുന്നത് എന്താണെന്ന് നോക്കുക. പ്രോഫിറ്റിൻ്റെ കാര്യം ക്വസ്റ്റിനിൽ പറയുന്നത് ഇവിടെ പറയുന്നത് എന്താ? നെറ്റ് പ്രോഫിറ്റ് ഓഫ് 10% ഓഫ് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസിൻ്റെ 10% എന്നാണ് പറയുന്നത്. സെല്ലിംഗ് പ്രൈസിന് 10%. അപ്പോൾ ഇവിടുത്തെ സെല്ലിംഗ് പ്രൈസിന് 10% കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മൾ ടോട്ടൽ കോസ്റ്റ് വരെ നമുക്കറിയത്തുള്ളൂ. പ്രോഫിറ്റ് നമ്മൾ എഴുതി, സെയിൽസ് നമുക്കറിയത്തില്ല, പ്രോഫിറ്റും അറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള കേസിൽ സെയിൽസിനെ 100 അസ്യൂം ചെയ്യണം. പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10% എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ടോട്ടൽ കോസ്റ്റ് എത്ര വരും? 90 വരും അല്ലേ. അപ്പം 90 നമുക്കറിയാം. 90%
100% എന്ന് പറയുന്നത് എത്ര? 4,59,000 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് 10% കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? ശ്രദ്ധിക്കുക, 90 എന്ന് പറയുന്ന കോസ്റ്റ്, 90 എന്ന് പറയുന്ന ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 4,59,000 ആണ് അല്ലേ. നമുക്ക് 10% എന്ന് പറയുന്ന പ്രോഫിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വഴി ചെയ്യുമ്പം 4,59,000 ഇൻറ്റു ചെയ്യേണ്ടത് നോക്കുക, ഇവിടെ ഇൻറ്റു ചെയ്യേണ്ടത് 10 ആണ്. 10 ഡിവൈഡ് ബൈ 90. അപ്പം നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഐറ്റം 51,000 കിട്ടുന്നത്. അപ്പോൾ പ്രോഫിറ്റ് 51,000 നമ്മളിവിടെ എഴുതി. പ്രോഫിറ്റ് 51,000. നമ്മൾ പെർ യൂണിറ്റ് കണ്ടുപിടിക്കണം. പെർ യൂണിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇവിടെ 1200 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ 51,000 ഡിവൈഡഡ് ബൈ 1200. 51,000 ഡിവൈഡ് ബൈ 1200 എന്ന് പറഞ്ഞാൽ 42.5 ആണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ കോസ്റ്റിനൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സെയിൽസ് കിട്ടുന്നു. അപ്പോൾ നമുക്കിങ്ങനെയാണ് ഈ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ പ്രോബ്ലം നന്നായിട്ട് 2-3 പ്രാവശ്യം വീഡിയോ കണ്ടിട്ട് ചെയ്യുക. ഇതുപോലെ തന്നെയുള്ളൊരു പ്രോബ്ലം ഹോംവർക്കായിട്ട് തന്നിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളുള്ളത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ ഏകദേശം നമ്മൾ ഈ ക്ലാസ് കൊണ്ട് തീർന്നിട്ടുണ്ട്. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ അടുത്ത മൊഡ്യൂളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ എടുക്കുകയും ചെയ്യാം. അപ്പം ഇതുവരെയുള്ള ഇത്രയും ഭാഗമാണ് നിങ്ങളുടെ ഫസ്റ്റ് ഇൻറ്റേർണൽ എക്സാമിനുള്ളത്. അപ്പോൾ ഇത്രയും ഭാഗം ഇന്ന് വരെ പഠിപ്പിച്ച ഇത്രയും ഭാഗമാണ് 20-ാം തീയതി ആദ്യത്തെ എക്സാം കോസ്റ്റ് അക്കൗണ്ടിംഗ് ആണ്. കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് എക്സാമിന് വരുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.